ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ 5 ഫേമസ് ട്രേഡേഴ്സിൻ്റെ നഷ്ടങ്ങളുടെ കഥ പറയാം. ഈ 5 പേര് നഷ്ടപ്പെടുത്തിയ 5 സൈക്കോളജിക്കൽ കാരണങ്ങളാണ്. അപ്പോൾ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞ് ഹൈലി ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഭയങ്കര ഹോട്ട് കേക്ക് ആയിട്ടുള്ള സംഭവമാണ്. അത് എല്ലാവരും ട്രേഡിങ്ങോട്ട് വരുന്നത്, എല്ലാവർക്കും ലാഭം, എവിടെ നോക്കിയാലും ലാഭം. ഇപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ ലാഭത്തിൻ്റെ സ്ക്രീൻഷോട്ട് കുമിഞ്ഞു കൂടുവാണ്. മനസ്സിലായോ? ലാഭം ഇല്ലാത്ത ആൾക്കാരില്ല. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഇതെല്ലാം സത്യമാണ്. ഇത്രയും ആൾക്കാർ ലാഭം ഉണ്ടാക്കുന്നു, ഒരുപാട് ആൾക്കാർ ഇത് സ്കാമിങ് ചെയ്യുന്നുണ്ട്. ഇപ്പം പൈസ ഉണ്ടാക്കേണ്ടവർ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നുണ്ട്, മറ്റുള്ളവരെ ഊറ്റിയാണെങ്കിലും ഏത് രീതിയാണെങ്കിലും പൈസ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊക്കെ തല വെച്ച് കൊടുക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ പൈസ നഷ്ടപ്പെടുന്നുണ്ട്. ആരോടും പറയാൻ പോലും പറ്റാത്ത രീതിയിൽ കാശ് നഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ ട്രേഡിങ്ങിൽ ലാഭത്തിൻ്റെ മാത്രമല്ല, ഇഷ്ടംപോലെ നഷ്ടങ്ങളുടെ കഥകളും പറയാനുള്ള സ്ഥലമാണ് ട്രേഡിങ്. അപ്പോൾ നമ്മൾ സൈക്കോളജിക്കൽ വീഡിയോസാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പം ഇതൊരു സൈക്കോളജിയുടെ പാർട്ടായിട്ട് തന്നെ കൂട്ടിയാൽ മതി. അതായത് നമ്മൾ എന്ത് മേഖലയാണോ നമ്മൾ നിൽക്കുന്നത് അതിനെപ്പറ്റി നമുക്ക് അത്യാവശ്യം നോളജ് വേണം. അതായത് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെ നടന്നിട്ടുണ്ട്, ഈ ചുറ്റുപാടും കാണിക്കുന്ന കാര്യങ്ങൾ മാത്രമാണോ, അല്ലാതെ ഇൻഡെപ്ത് ആയിട്ട് ഇതിനകത്ത് പല കാര്യങ്ങളും നമ്മൾ കാണാത്തതും കേൾക്കാത്തതായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്ന 5 ട്രേഡേഴ്സിൻ്റെ കഥയാണ്. അതായത് കഥയായിട്ടൊന്നുമല്ല, സിമ്പിളായിട്ട് അവർ നല്ല ട്രേഡേഴ്സ് ആയിരുന്നു, പക്ഷേ എന്ത് ചെയ്യാം, പൈസ മൊത്തം നഷ്ടപ്പെട്ടല്ലേ. ഇപ്പോൾ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരും ഇമോഷണലായിട്ട് ട്രേഡിങ്ങിനെ സമീപിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതൊരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ ആളെന്ന് പറയുമ്പോൾ ജെസ്സി ലിവർമോറാണ്. വളരെ ഫേമസ് ആയ ട്രേഡറാണ്. കാരണം എവിടെ നോക്കിയാലും ജെസ്സി ലിവർമോറിൻ്റെ കഥകളൊക്കെ കേൾക്കാൻ പറ്റും. പക്ഷേ പുള്ളി ഇഷ്ടം പോലെ പൈസ നഷ്ടപ്പെടുത്തിയ ആളാണ്. അതായത് 1929 ഗ്രേറ്റ് ഡിപ്രഷൻ വന്നല്ലോ. ഗ്രേറ്റ് ഡിപ്രഷൻ വന്നപ്പോഴത്തേക്കും എല്ലാ സാധനങ്ങളും തകർന്നടിഞ്ഞു പോയ സമയമാണ്. ആ സമയത്ത് ഷോർട്ട് സെല്ലിംഗ് നടക്കി കോടികൾ ഉണ്ടാക്കിയ ഒരാളാണ് ജെസ്സി ലിവർമോർ. 8,000 കോടി രൂപയ്ക്കടുത്ത് പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് അന്നത്തെ കാലത്ത് $100 മില്യൺ പൈസ പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് 1929 നിങ്ങൾ ഓർത്തണം. ആ ഒരു കാലഘട്ടത്തിൽ $100 മില്യൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വാല്യൂ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളൊന്ന് കൂട്ടി നോക്കിയാൽ മതി. ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല, അത്രയ്ക്ക് പൈസ ഉണ്ട്. പക്ഷേ ആ പൈസ മൊത്തം പുള്ളിയുടെ ഓവർ കോൺഫിഡൻസ് കാരണം പുള്ളി നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതാണ് ചരിത്രം പറയുന്നത്. അതായത് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇതാണ്. കണ്ണ് തുറക്കുന്ന സമയം കൊണ്ട് നിങ്ങളെ വലിയ കോടീശ്വരനാക്കാനും കണ്ണടയ്ക്കുന്ന സമയത്ത് നിങ്ങളെ അതുപോലെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് താഴെ കൊണ്ടെത്തിക്കാനും ഷെയർ മാർക്കറ്റിന് പറ്റും. അതുകൊണ്ട് ഇവിടെ കളിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ചില സമയത്ത് നമ്മളെ ചില ആക്ഷൻസ് നമുക്ക് ഭാഗ്യങ്ങൾ കൊണ്ടുതരും. അതൊരു ബൈ ലക്ക് സംഭവിക്കുന്നതാണ്. ആ ലക്ക് നമുക്ക് ഒരിക്കലും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ജീവിതത്തിൽ സംഭവിച്ചെന്ന് വരത്തില്ല. അതുകൊണ്ട് ഒരു ലക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലും സംഭവം വരുവാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഡിസിപ്ലിൻ ആകണം. അല്ലാതെ ആ ലക്കിനെ വേച്ച് നമ്മൾ ബയാസ്ഡായിട്ട് ഇനി എനിക്ക് അങ്ങനെ സംഭവിക്കത്തുള്ളൂ, നല്ലത് മാത്രമേ സംഭവിക്കത്തുള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ ജീവിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് 8 മണി തിരിച്ചു കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ട്രേഡിങ്ങിൽ എപ്പോഴും കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക, റൂൾസ് മെയിൻറ്റെയിൻ ചെയ്യുക, ഓവർ കോൺഫിഡൻസ് ആകാതിരിക്കുക. നമ്മളെപ്പോഴും പ്ലാൻ ചെയ്ത് വേണം ട്രേഡ് ചെയ്യാൻ വേണ്ടി. അതായത് നമ്മുടെ മുന്നിൽ ഇതുപോലെ എക്സാമ്പിൾസ് ഉണ്ട്. അതുകൊണ്ട് ഈ പുള്ളിയുടെ നഷ്ടം മൊത്തം ഉണ്ടാക്കുന്ന പറയുമ്പോഴത്തേക്കും പുള്ളി ഓവർ കോൺഫിഡൻസ് കാരണം പുള്ളി ട്രേഡിംഗ് റൂൾസൊക്കെ വയലേറ്റ് ചെയ്ത് ഭയങ്കര അഗ്രസീവായിട്ട് ട്രേഡ് എടുക്കാൻ തുടങ്ങി. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും പുള്ളിയുടെ പൈസ മൊത്തം നഷ്ടപ്പെട്ടു പോയി. ഇനി അടുത്ത ആളാണ് നിക് ലീസൺ. പുള്ളി ഒരു UK ബേസ്ഡ് ആയ ട്രേഡറാണ്. പുള്ളിയുടെ ട്രേഡിംഗ് കാരണം ഒരു ബാങ്ക്റപ്ഷൻ തന്നെ നടന്നിട്ടുണ്ട്. UK ബെയറിങ്സ് ബാങ്കിലുള്ള ഒരു സ്റ്റാർ ട്രേഡർ ആയിരുന്നു പുള്ളി. പക്ഷേ പുള്ളിയുടെ ഹൈ റിസ്ക് ബെറ്റുകൾ കാരണം, അതായത് ജാപ്പനീസ് മാർക്കറ്റിലായിരുന്നു പുള്ളി ബെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ജാപ്പനീസ് മാർക്കറ്റിലുള്ള ഹൈ റിസ്ക് ബെറ്റിങ് കാരണം പുള്ളി ഉണ്ടാക്കിയ പൈസ മൊത്തം നഷ്ടപ്പെട്ടു പോയി. അതുമാത്രമല്ല ബാങ്കിങ് കൂടെ വെള്ളത്തിലാവുകയും ചെയ്തു. അതായത് ടോട്ടൽ മണി $1.3 മില്യൺ, മില്യൺ അല്ല ബില്യൺ ഡോളർ, അതായത് 10,000 കോടിയോളം രൂപ പുള്ളി നഷ്ടപ്പെടുത്തി കളഞ്ഞ് ബാങ്കിൻ്റെ കാര്യവും തീരുമാനമായി. അപ്പോൾ പുള്ളി ചെയ്ത കാര്യം ഇത്രയേ ഉള്ളൂ. ലോസ് വന്നപ്പോൾ പുള്ളി എക്സിറ്റ് ചെയ്യാതെ ആവറേജ് ചെയ്തുകൊണ്ടേയിരുന്നു. ആവറേജ് ചെയ്ത് കയ്യിലെ പൈസ മൊത്തം നഷ്ടപ്പെടുത്തി അവസാനം ഹ്യൂജ് ലോസിലോട്ട് പോവുകയും ചെയ്തു. ഇനി അടുത്ത ട്രേഡർ എന്ന് പറയുമ്പോൾ ബ്രയാൻ ഹണ്ടറാണ്. 6.6 ബില്യൺ ആണ് പുള്ളി തകർത്ത് കളഞ്ഞത്. അമർനാഥ് ഹെഡ്ജ് ഫണ്ടിലെ ഒരു ടോപ്പായിട്ടുള്ള ട്രേഡറായിരുന്നു ഈ പുള്ളി ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന നാച്ചുറൽ ഗ്യാസിനകത്തായിരുന്നു. അതായത് മാർക്കറ്റ് ഓപ്പോസിറ്റ് പോകുമ്പോൾ പോലും പുള്ളിയുടെ പൊസിഷൻസ് പുള്ളി എക്സിറ്റ് ചെയ്യാതെ തിരിച്ചു കയറുന്ന വെയിറ്റ് ചെയ്തിട്ടിരുന്നു. അതും ഹ്യൂജ് ലിവറേജോട് കൂടി. അപ്പോൾ ഇതിനകത്ത് 2 കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരുപാട് ലിവറേജ് എടുത്ത് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ലോസ് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റത്തില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ലൂസിങ് പൊസിഷൻസ് ഒരിക്കലും ഹോൾഡ് ചെയ്യാൻ പാടില്ല. അല്ലാതെ ഒരു റിവേഴ്സലൊക്കെ നിങ്ങൾക്ക് കൺഫേം ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്രയ്ക്ക് നിങ്ങളുടെ ടെക്നിക്കൽ അല്ലെങ്കിൽ മറ്റ് അനാലിസിസ് മൂലം നിങ്ങൾക്ക് റിവേഴ്സ് പോസിബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അവിടെ ആവറേജ് ചെയ്യാൻ പാടുള്ളൂ. അത് ഒന്നിൽ കൂടുതൽ തവണയൊന്നും നിങ്ങൾ ആവറേജ് ചെയ്യാൻ പാടില്ല. പരമാവധി ആവറേജ് ചെയ്യാതിരിക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പേർട്ട് ആയതിനു ശേഷം മാത്രം നിങ്ങൾ ആവറേജിങ് ഒക്കെ ചെയ്യുക. അതായിരിക്കും കുറച്ചൊരു ബെറ്റർ. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ട്രേഡ് ലൂസ് ആണെന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് ഒഴിവാക്കി വിടുക. അത് അവിടെ തീരും. അത്രേ ഉള്ള സംഭവം. ഇനി അടുത്ത ആൾ ബിൽ ഹോങ് ആണ്. പുള്ളി നിന്ന് ഇപ്പോൾ പൊട്ടിച്ച് കളഞ്ഞത് $20 ബില്യൺ. ആർക്കിയോസ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഫൗണ്ടറാണ് ഈ പുള്ളി. ഒരുപാട് ക്യാഷ് ബോർ ചെയ്ത് പുള്ളി സ്റ്റോക്സ് മേടിച്ച് കൂട്ടാൻ തുടങ്ങി. അവസാനം 1-2 സ്റ്റോക്സ് നല്ല അടിപൊളിയായിട്ട് പൊട്ടിയപ്പോഴത്തേക്കും കയ്യിലുള്ള പൈസ മൊത്തം പോയി. വിയാകോം CBS പോലുള്ള സ്റ്റോക്കുകൾ ക്രാഷ് ചെയ്തപ്പോഴാണ് പുള്ളിക്ക് $20 ബില്യൺ അടുപ്പിച്ച് പുള്ളി നഷ്ടമായത്. അതോടുകൂടി കാര്യങ്ങൾ തീരുമാനമാവുമല്ലോ. അപ്പോൾ ഇതിനകത്ത് വേറൊന്നുമല്ല പഠിക്കാനുള്ളത്, റിസ്ക് മാനേജ്മെൻ്റ് ആണ്. പുള്ളി റിസ്ക് കൺട്രോൾ ചെയ്യാതെ ഒരുപാട് പൈസയ്ക്ക്
ഇത് മേടിച്ച് കൂട്ടിക്കൊണ്ടേ വരുന്നു. അപ്പം നമ്മൾ എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ടത് റിസ്ക് മാനേജ്മെൻ്റ് ആണ്. നമുക്ക് എടുക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ റിസ്ക് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നഷ്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറം നഷ്ടമായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. നമുക്കതൊരിക്കലും റിക്കവറി എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ട്രേഡിങ്ങിലാണെങ്കിലും ഇൻവെസ്റ്റിങ്ങിലാണെങ്കിലും പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ് ഉറപ്പായിട്ടും വേണം. ഇനി അടുത്ത 5ാമത്തെ ആളെന്ന് വെച്ചാൽ എയ്ക് ബാറ്റിസ്റ്റയാണ്, ദ ബില്യനർ ഹു ലോസ്റ്റ് എവരിത്തിങ്. പുള്ളി ഒരു ബ്രസീലിയൻ ബിസിനസ്മാൻ ആയിരുന്നു. $35 ബില്യൺ പുള്ളിക്ക് നഷ്ടം വന്നത്. പുള്ളി കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തിലാണ് പുള്ളിയുടെ സ്വന്തം കമ്പനിയുടെ ഷെയർ പുള്ളി വാങ്ങിച്ചു കൂട്ടി. അതായത് ഒരു ഡൈവേഴ്സിഫിക്കേഷനും ചെയ്യാതെ ഓണർ തന്നെ ആ കമ്പനിയുടെ ഷെയറുകൾ മേടിച്ച് കൂട്ടുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ തീരുമാനമാകുന്നേ ഉള്ളൂ. അപ്പോൾ അത് തന്നെ ഇവിടെ സംഭവിച്ചു. കോടിക്കണക്കിന് പൈസ നഷ്ടപ്പെടുകയും ചെയ്തു. മാത്രമല്ല ഫ്രോഡ് കേസിൽ പ്രതിയാവുകയും ചെയ്തു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം സിമ്പിളാണ്. നെവർ പുട്ട് യുവർ മണി ഇൻ എ സിംഗിൾ ബാസ്ക്കറ്റ്. അതായത് ഒരു സ്റ്റോക്കിനകത്ത് കൊണ്ട് എല്ലാ പൈസയും കൊണ്ട് ഇടാൻ പാടില്ല. ഡൈവേഴ്സിഫൈ ചെയ്ത് മാത്രം ചെയ്യുക. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 കമ്പനിയിൽ 1 ലക്ഷം രൂപ വെച്ചിടുക, അല്ലെന്നുണ്ടെങ്കിൽ 5 കമ്പനി 2 ലക്ഷം രൂപ വെച്ചിടുക. അങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഒരു കമ്പനി 1-2 കമ്പനി പൂട്ടിപ്പോയാൽ പോലും മറ്റ് കമ്പനിയിൽ ഉണ്ടാകുന്ന ലാഭങ്ങൾ ഈ കമ്പനിയുടെ നഷ്ടങ്ങൾ കവറായി പോകുള്ളൂ ഓട്ടോമാറ്റിക്കലി. ഇനിയിപ്പോൾ നിങ്ങൾ ഡൈവേഴ്സിഫൈഡ് അല്ലാതെയാണ് ഇട്ടിരുന്നുണ്ടെങ്കിൽ, നിങ്ങളിട്ട കമ്പനി പൂട്ടിപ്പോകുകയാണെന്നുണ്ടെങ്കിൽ വർഷങ്ങൾ നിങ്ങൾ കാത്തിരുന്ന് വെറുതെ ആവും. നിങ്ങൾക്ക് അത്ര സമയവും പോവും, മാത്രമല്ല നിങ്ങൾക്ക് അത്രയും പൈസയും പോവും. രണ്ടാണ് നഷ്ടം. അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക. പ്രോപ്പറായിട്ട് പൈസ ഡൈവേഴ്സിഫൈ ചെയ്ത് എങ്ങനെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോക്ക് അത് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ 5 പേരുടെ സ്റ്റോറീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയ 5 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം റിസ്ക് മാനേജ്മെൻ്റ് ആണ്. റിസ്ക് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് സംഭവമാണ്. റിസ്ക് മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ ഒരിക്കലും പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം ഓവർ കോൺഫിഡൻസ് ആണ്. ഓവർ കോൺഫിഡൻസ് ഒരിക്കലും നല്ലതല്ല. ഓവർ കോൺഫിഡൻസ് നമുക്ക് പൈസ ഉണ്ടാക്കി തരുന്നവർ തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ മൊത്തം അതുപോലെ തന്നെ മാർക്കറ്റിലോട്ട് കൊണ്ടുപോകാനും പറ്റും. മൂന്നാമത്തെ പറഞ്ഞാൽ ലിവറേജ്. അനാവശ്യമായ ലിവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ലോസ് വരും. നാലാമത്തെ കാര്യം വെച്ചാൽ സ്റ്റോപ്പ് ലോസുകളില്ലാതെ ഒരിക്കലും കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ലാഭം കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ ഒരിക്കലും ഒരു ട്രേഡറോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിനോ സമീപിക്കാൻ പാടില്ല. സ്റ്റോപ്പ് ലോസ് മുഖ്യമായിട്ട് വേണം. കാരണം പ്രതീക്ഷകൾക്കൊന്നും ഒരു പ്രതീക്ഷയും വേണ്ട സ്ഥലമാണ് ഷെയർ മാർക്കറ്റ്. കൃത്യമായ സ്റ്റോപ്പ് ലോസ് ഇല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴാണെങ്കിലും പണി കിട്ടും. ഇനി 5ാമത്തെ കാര്യം കൃത്യമായി ഡൈവേഴ്സിഫൈഡ് ആയിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുക. അത് ഇൻവെസ്റ്റ്മെൻറ്റ് ആയിക്കോട്ടെ, ട്രേഡിംഗ് ആയിക്കോട്ടെ, ഏത് രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിലും ഡൈവേഴ്സിഫൈ ചെയ്താൽ നമുക്ക് അതിൻ്റെ ആഘാതം കുറയ്ക്കാൻ പറ്റും. മാത്രമല്ല അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി കൂട്ടാനും പറ്റും. അതുകൊണ്ട് ഈ 5 പേരുടെ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഈ 5 സൈക്കോളജിക്കലായിട്ട് കാര്യമാണ്. ഇതൊരു സൈക്കോളജിക്കൽ വീഡിയോ തന്നെയാണ്. ഇവിടെ ഒരു സൈക്കോളജിക്കൽ കറക്ഷനാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി കൃത്യമായിട്ട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ ട്രേഡർ ആകാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.